നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 4 ലൊക്കേഷനിലോട്ടാട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ എയിൻ റസാത്ത്. ഇത് എല്ലാം വരുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണല്ലോ വന്നത്. അപ്പോൾ കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ നമ്മുടെ ഗുലാൻസ് തട്ടുകടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് നമ്മൾ അതാ വെച്ച് പിടിച്ചു. ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അതേ ഒരു ഫീല്, ഈ നാട്ടിലൊരു ഫീല് തോന്നാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ UAE കൂടുതലും ഇലക്ട്രിസിറ്റി ലൈൻസ് എല്ലാം അണ്ടർഗ്രൗണ്ടിലൂടെ ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും കാണില്ലല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഫുൾ അതേ ഒരു വൈബ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ശരിക്കും നല്ല ഒത്തിരി ഉയരങ്ങളില്ലാത്ത ചെറിയ ചെറിയ മലകൾ, ആ മലകളുടെ മുകളിൽ കോട വന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ സലാല ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസെക്ട്സിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മോസ്കിറ്റോ റിപ്പല്ലൻസ് ആയിട്ടുള്ള ക്രീംസ് തേച്ചിട്ട് പോവുക, അതിൽ ഇൻസെക്ട് ബൈറ്റിനുള്ള ക്രീംസും തേച്ചിട്ട് പോവുക കേട്ടോ. കാരണം കുഞ്ഞ് എന്തു പറയുന്ന ചെറിയ ഫ്ലൈ പോലത്തെ സാധനങ്ങൾ അത് നമ്മുടെ ദേഹത്ത് വന്നിരുന്നിട്ട് നമ്മുടെ ചോര കുടിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ. കൂടുതലും കവേർഡായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ നോക്കുക. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള മലകളുടെ താഴെ വന്നിരിക്കുന്ന ചെറിയൊരു ഗുഹ പോലത്തെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോകാൻ ഇച്ചിരി പേടിയാവും കേട്ടോ. കാരണം അതിനകത്ത് കുറച്ച് കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ നോർമൽ എക്കോസിസ്റ്റത്തെ നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. എന്തായാലും അടിപൊളി ഒരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്നുള്ളത്. ചെറിയൊരു തടാകമൊക്കെ ആയിട്ട് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തോന്നും ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേന്ന്. കാരണം അതിൻ്റെ ബേസ് വരുന്ന കളറെല്ലാം അത്ര ഇതാണ്. എന്ത് നീറ്റായിട്ടാണെന്ന് അറിയാം അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേറെ വേസ്റ്റോ ഒന്നും വലിച്ചെറിയാതെ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി എല്ലാ ഒരു സ്ഥലങ്ങൾക്കും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും സീസൺ തുടങ്ങുന്നുള്ളൂവെങ്കിലും ഒത്തിരി ആളുകൾ ഇപ്പോഴേ തന്നെ വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ പോകാൻ നമുക്ക് 4x4 വേണം എന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ നോർമൽ കാറിലാണെങ്കിലും പോവാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തില്ല. കാരണം ആദ്യം ചാറ്റൽ മഴയായിരുന്നു, പിന്നെ മഴ ഇത്തിരി കൂടി വന്നു. പിന്നെ നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം വേറൊരു ഗുഹയും കൂടെ ഉണ്ട്. ശരിക്കും നമുക്ക് തോന്നും എന്തോ മണ്ണിടിച്ചിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഭാഗം പൊളിഞ്ഞു പോയതുപോലെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ അതിൻ്റെ ആ വെള്ളത്തിൽ ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്, മുട്ടിട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. അവിടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കനാൽ പോലത്തെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കൃഷി സ്ഥലത്തേക്കുള്ള ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ കനാലാണെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഗൂഗു ഓൾറെഡി വഴക്കുണ്ടാക്കുമായിരുന്നു, അവന് നേരത്തെ ആ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ്. പക്ഷേ നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്ത് അപ്പോൾ തന്നെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇനി ഏതൊക്കെ വെള്ളച്ചാട്ടങ്ങളിലൂടെ പോകുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരുവിധം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നെ ഈ ഒരു ചെറിയ കനാൽ കണ്ടപ്പോൾ അവിടെ നിർത്തി പിള്ളേരെല്ലാവരും ഇറക്കി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അബേട്ടൻ എന്തേ തലയ്ക്കെട്ടൊക്കെ കെട്ടിയിട്ട് കിളിക്കൂടൊക്കെ നോക്കി ഇങ്ങനെ ആ സ്ഥലത്തിലൂടെ നടപ്പുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനാണ് എയിൻ തബ്രൂക്ക്. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം എന്തു പറയുന്നത്, പിള്ളേർ എൻജോയ് ചെയ്യണ കാണുമ്പോൾ അവിടെ നിന്ന് അവരെ കയറ്റിക്കൊണ്ട് വരാൻ നല്ല പാടായിരുന്നു. വേണ്ട പോകണ്ട കുറച്ച് നേരം കൂടെ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞു അല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒത്തിരി സ്ഥലങ്ങൾ ഇനിയും പോകാനുണ്ട്, ഇതുപോലത്തെ വേറെ സ്ഥലങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ച് വെള്ളത്തിൽ നിന്ന് കയറ്റി ഒരു വിധത്തിൽ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുണ്ടല്ലോ ഇതുപോലെ പശുക്കളും ഒക്കെ റോഡിലോട്ട് ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വെള്ളമൊക്കെ റോഡിൽ കെട്ടി വെള്ളമൊക്കെ തെറിപ്പിച്ച് നല്ല അടിപൊളി ഒരു വൈബ്. എനിക്ക് ഇത് കണ്ടപ്പോൾ നമ്മളൊരു ഹൈ റേഞ്ചോ അല്ലെങ്കിൽ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുന്ന ആ ഒരു സ്റ്റൈലിലുള്ളൊരു റോഡും, അതായത് ഒത്തിരി വലിയ മലകളല്ല, ചെറിയ മലകളും രണ്ട് സൈഡിലും ചെറിയ കുറ്റിക്കാടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വൈബ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UAE ഈ മരുഭൂമി കണ്ട് ഈ പച്ചപ്പ് കാണുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് മാത്രമല്ല നമ്മുടെ മനസ്സ് നന്നായിട്ട് കുളിർന്ന് വരും കേട്ടോ. ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായി കഴിയുമ്പോൾ ഒരു 1-2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. നല്ല നല്ല അടിപൊളി ഒരു സ്ഥലം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും പുറത്ത് നിന്നില്ല. കാരണം ഇതൊക്കെ കടിച്ച് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇതിവിടെയൊക്കെ നിന്ന് ഇതെല്ലാം
നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അടിപൊളിയായിരുന്നു. ശരിക്കും സർപ്രൈസിങ് ആണ്. മരുഭൂമി പോലെ കിടക്കേണ്ട ഒരു സ്ഥലം ഇതുപോലെ പച്ചപ്പായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ അവിടുത്തെ ഓരോ മരങ്ങൾക്കും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും പ്രകൃതിനെ ശരിക്കും ആസ്വദിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അവർ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ കിട്ടും. അവിടെ ചെറിയൊരു പോണ്ട് പോലത്തെ ഒരിതുണ്ട്, അതൊരു നാച്ചുറൽ പോണ്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ കുഞ്ഞു കുഞ്ഞു തവളകളായിരുന്നു കേട്ടോ. നിറയെ മഞ്ഞ കളറിലുള്ള ചെറിയ തവളക്കുഞ്ഞായിരുന്നു. അപ്പോൾ ഗുഗു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പേടിയായി. കാരണം ഇതുങ്ങളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും കുറച്ചല്ലേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മളൊക്കെ തവളകളെ എന്തോരം മഴയത്ത് സൗണ്ട് ഉണ്ടാക്കുന്നതും പാടത്തും ഒക്കെ ആയിട്ട് കണ്ടിരിക്കണം. അപ്പോൾ തവളനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് പേടിയായി. ഇല്ല വാ നമുക്ക് പോവാന്നൊക്കെ പറച്ചിലായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി സമയം അവിടെ നിന്നില്ല, അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനാണ് എയിൻ അത്തു. ഈ പേരുകളിലുള്ള സിമിലാരിറ്റി പോലെ തന്നെ സ്ഥലങ്ങളിലും കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാം ഒരു ഗ്രീനറി ബേസ്ഡ് ആയിട്ടുള്ളൊരു നാച്ചുറൽ എക്കോസിസ്റ്റം ആണല്ലോ. പക്ഷേ ഈ ഒരു സ്ഥലത്തിന് ശരിക്കും എന്തു പറയുന്നത്, സിനിമയിൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലം. അതായത് പുൽത്തകിടി ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കും നമ്മൾ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ റീൽസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി കൊണ്ട് അകത്തോട്ട് കയറിപ്പോയപ്പോൾ ചില ഭാഗത്ത് ഇത്തിരി ചതുപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 4x4 ആണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. നമ്മൾ ഇതുപോലെ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ കയറിപ്പോകും. പക്ഷെ വണ്ടി താഴ്ന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അധികം അങ്ങനെ വേറെ മൃഗങ്ങളൊന്നും ഇല്ലെന്നുള്ളൂ. പക്ഷേ വേറെ അങ്ങനെ അത്യാവശ്യം ഈ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്കോമഡേഷൻ പോലെ വരുന്നതല്ലാതെ ഇവിടെ വേറെ ജനവാസ മേഖലയൊന്നും അല്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി, കാര്യം മഴയാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഏറെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ, നിങ്ങൾ കാണുക തന്നെ വേണം. റോഡിൻ്റെ 2 സ്ഥലവും അതുപോലെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നമ്മുടെ മെയിൻ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും മഴയത്ത് ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മഴ ആസ്വദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും അത്രയും സന്തോഷമായിരിക്കും. ഇനി അടുത്തതും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു ലൊക്കേഷനാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞു ഫ്രോഗൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. നല്ല മഴയായി കഴിയുമ്പോൾ ഈ നേരെ കാണുന്ന അവിടെ നിന്നെല്ലാം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയി എല്ലാം ഐഡിയ ഒക്കെ എടുത്തത്. പിന്നെ അറിയാമല്ലോ, കുഞ്ഞിനെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയവരെ എൻജോയ് ചെയ്യുന്ന അതേ രീതിയിൽ കുഞ്ഞുങ്ങളെയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പോയി ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചത്. ഈ ഒരു ഭാഗം കണ്ടറിയാം, ശരിക്കും കാറ്റും മഴയൊക്കെ കാരണം പല മരങ്ങളും ഒടിഞ്ഞു വീണിട്ടൊക്കെയാണ്. ആ മരങ്ങളുടെ കൊമ്പൊക്കെ കണ്ടോ, സാധാ നമ്മുടെ ഒരു മരത്തിൻ്റെ പോലെയല്ല, ഇങ്ങനെ വളഞ്ഞൊക്കെ ഉള്ളൊരു സ്ട്രക്ചറൊക്കെയാണ് അതിന് വരുന്നത്. ഇനി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിശക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് ലഞ്ച് റെഡി ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം ഗുലാൻസ് തട്ടുകടയിൽ നിന്ന് നമ്മൾ ഉച്ചത്തേക്ക് കഴിക്കാനുള്ള ലഞ്ചും നമ്മൾ പാഴ്സലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ടേക്ക് അവേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിർത്തി സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി മീൽസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, മിക്സ്ഡ് ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചേട്ടൻ ആടുകളെ മേയ്ക്കുന്ന കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊട്ടക്കുന്നിൽ ഒന്നുമില്ല, നമ്മുടെ വാഗമണ്ണൊക്കെ പോലെ ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വാദി ദർബാർ. ഈ ഒരു സലാല ട്രിപ്പിന് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വാദി ദർബാത്ത്. നമ്മൾ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും കാണുന്നത് വാദി ദർബാത്തിൻ്റെ ഒരു പിക്ചേഴ്സ് ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാലോ, വാദി ദർബാത്തിന് പോകുന്ന വഴി മുതൽ നമ്മളൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ.
അതുപോലെ സൂപ്പറാണ്. അത് 1-2 കിലോമീറ്റർ അല്ല, നമ്മൾ ശരിക്കും ആദ്യം എപ്പോഴും ഫോട്ടോസിൽ കാണുന്ന ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വ്യൂ പോയിൻ്റാണ്. അവിടുന്ന് പിന്നെയും കിലോമീറ്റേഴ്സ് അകത്തോട്ടുണ്ട്. എനിക്ക് വാദി ദർബാത്തിൽ തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എല്ലാവരെയും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ തിരക്കായിരിക്കില്ല, നല്ല ക്രൗഡഡ് ആയിരിക്കും. അതിന് പകരം ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റേക്കേഷൻസ് പോലെ അവർ ആ ഒരു റിവറിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരു പോയിന്റിൽ ഇറങ്ങാം, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് കിട്ടും. അങ്ങനെ ഒരു 5-6 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ആ പോയിന്റ്സിലെല്ലാം ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്, ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി ലാസ്റ്റത്തെ പോയിന്റിലാട്ടോ നമ്മൾ നിന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീസൺ ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും നമുക്കൊരു പാർക്കിംഗ് കിട്ടാൻ ഒരു 15-20 മിനിറ്റ്സ് എടുത്തേ. അപ്പോൾ കണ്ടോ, അധികം ആഴമൊന്നുമില്ല, പക്ഷെ ചതുപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാടാണ്. അപ്പോൾ ചെറിയ മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതായത് എന്താ പറയുന്നത്, നമ്മുടെ പശുക്കളും അങ്ങനത്തെ ചെറിയ ഡൊമസ്റ്റിക് അനിമൽസാണ് കൂടുതലും ഉള്ളത്. പിന്നെ പാമ്പുകളും ഉണ്ടെന്ന് നമ്മുടെ ബോട്ടിങ്ങിന് പോയപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിറയെ ചെറിയ ചെറിയ ഫിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ അൽഖുദ്ര ലേക്കിലൊക്കെ കോഴിക്കാർപ്പിനൊക്കെ ഇട്ടിട്ടില്ലേ, അതുപോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കില്ലേ എന്ന്. പിന്നെ ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഈ ഖരീഫ് സീസണിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റി അവിടെയൊക്കെ ചതുപ്പ് പോലെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ ആവുന്നതിന് മുന്നേ അവർ ആ ഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് ആ ലേക്ക് ക്ലിയർ ആക്കും. അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ആ വെള്ളത്തിൻ്റെ കളറ് മനസ്സിലാക്കും. ശരിക്കും നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇതാണ്, ടൂറിസ്റ്റ്സ് വന്നിട്ട് വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് ആ കോർണേഴ്സിലോട്ടൊക്കെ ഇങ്ങനെ കുറേ ഗ്ലാസ്, കുപ്പി, കവറൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഇത് അങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ആദ്യം ബോട്ട് റൈഡിങ് ചെയ്തു കേട്ടോ. ഇതിന് പെർ ഹെഡ് 3 റിയാൽസാണ് വരുന്നത്. അതായത് നമ്മുടെ ഒരു 30 ദിർഹത്തിൻ്റെ അടുത്ത് 15 മിനിറ്റ്സ് ആട്ടോ ബോട്ടിംഗ് ഉള്ളത്. ഒരു ബോട്ടിലൊരു 15-20 മെമ്പേഴ്സിന് വരെ കയറാം. അടിപൊളിയാണ്. നമുക്ക് കിട്ടിയത് നല്ല അടിപൊളിയായിട്ടൊരു ചേട്ടനായിരുന്നു കേട്ടോ. പുള്ളി ശ്രീലങ്കക്കാരനാണ്. അപ്പോൾ പക്ഷെ നമ്മളോട് നല്ല കമ്പനിയായിരുന്നു. നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. ശരിക്കും രാത്രി 7 മണി വരെ ആട്ടോ ഈ വാദി ദർബാത്ത് ഇപ്പോൾ ഉള്ളത്. രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ടാകും. ഈ ഒരു 3 മന്ത്സ്, സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ ഒരു 3 മാസം ഇവിടെ ഇതുപോലെ ആക്റ്റീവ് ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു ടൈമിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോബിന് വരുന്നവരാണ്. എന്തായാലും നല്ലൊരു ഭംഗി. ആ ഒരു ലെറ്റേഴ്സ് വെച്ചിരിക്കുന്ന കണ്ടോ, വാദി ലവ് ദർബാത്ത് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ഗ്രീനിൻ്റെ ഉള്ളിൽ ആ ഒരു റെഡ് ഹാർട്ട് വരുമ്പോൾ എനിക്കറിയില്ല ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് കുറേ കുഞ്ഞു മീനുകളും പിന്നെ അതുപോലെ തന്നെ കുട്ടി താറാവുകൾ നീന്തി നടക്കുന്നുണ്ട്. നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ ഒത്തിരി താറാവ് കൂട്ടായിട്ട് പോകണതാണ്. പിന്നെ അതേ നമ്മൾ ഈ ഒരു റിവറെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പശുക്കൾ മേഞ്ഞ് കിടക്കുന്നതുണ്ട്. അവർ നല്ല ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഈ ഖരീഫ് എൻജോയ് ചെയ്യുന്നത് അവരായിരിക്കും. അവർക്ക് വേണ്ട ഫുഡെല്ലാം കിട്ടി നല്ല ഒരു അടിപൊളി ക്ലൈമറ്റായിട്ട്. എന്തായാലും 15 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഒരു സ്ലോ മൂവിങ് ആയിട്ട് ആ ഒരു റിവറിലൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ബോട്ടൊക്കെ നല്ല ഡെക്കറേറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു ആ ഒരു ജേണി തന്നെ. അതിനുശേഷം ഗുഗുനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാട്ടർ ബോളിലൊക്കെ കയറണം എന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി കിഡ്സിനെ എൻജോയ് ചെയ്യാൻ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയവർക്കാണല്ലോ ഈ ഗ്രീനറി കാണുമ്പോഴത്തേക്കും ഇത്രയും ഒരു സന്തോഷമൊക്കെ ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവർക്കും ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതേ അയാൻകുട്ടിയും എമിമോളും കൂടി ഹോഴ്സ് റൈഡിങ്ങിന് പോയേക്കുവാണ്. അതും അവർ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന നല്ല സേഫായിട്ടുള്ള വലിയ വയലൻ്റ് ഒന്നും അല്ലാത്ത ഹോഴ്സസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഒമാൻ കൾച്ചർ കാണിക്കുന്ന രീതിയിൽ ഒത്തിരി ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ സൈഡിലൊക്കെ അതുപോലെ അവരവരുടെ നാച്ചുറൽ സെറ്റിങ്സ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഓരോ പണ്ടത്തെ കിണറും പാളയുടെയും ആ ഒരു ഷേപ്പിൽ. അത് കഴിഞ്ഞ് നമ്മളിതേ മുന്നോട്ട് പോകുമ്പോൾ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇപ്പോൾ എവിടെയെങ്കിലും ഇത്രയും ഭംഗിയായിട്ടുണ്ടോയെന്ന്. ഈ ഒരു മരുഭൂമി പോലത്തെ കൺട്രിയിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയെന്ന് തന്നെ നമ്മൾ പറയണ്ടേ. ആ വാദി ദർബാത്ത് പോകുന്ന വഴിക്കുള്ള 2 സൈഡിലും ഇതുപോലെ നല്ല അടിപൊളി വ്യൂസാണ്. അപ്പം നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, ഒരു ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് വാദി ദർബാത്ത് കണ്ടു പോരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. നമ്മൾ എത്ര വേഗം അവിടെ നിന്ന് വിട്ടു പോരണമെന്ന് വിചാരിച്ചാലും അവിടുത്തെ സീൻസ് നമ്മളെങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ്. അപ്പം പല സ്ഥലങ്ങളും നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ അധികം തോന്നില്ലായിരിക്കും, പക്ഷേ ഇടയ്ക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ അകത്തോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ അടിപൊളി സീൻസൊക്കെ കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ പുഞ്ചപ്പാടൊക്കെ കിടക്കുന്ന പോലെയല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ആയിട്ട്. ഇപ്പോൾ ശരിക്കും മഴ തുടങ്ങിയുള്ളൂ. മഴ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മല കണ്ടോ, ഇത് ശരിക്കും നമ്മളെ സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ്. ആ മലയുടെ ഉള്ളിൽ ശരിക്കും ഒരു അനിമലിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടോ. ഈ സലാലയിൽ പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് എന്ത് പറയണേ, നമ്മൾ വാവ് എന്നാണോ പറയേണ്ടത്, അതോ ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നാണോ, അതുപോലെ നമ്മളെ എന്ത് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന പല സ്ഥലങ്ങളാണ് ഇത്. പിന്നെ നമ്മുടെ വാദി ദർബാത്തിലെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായിപ്പോയി. കാരണം അപ്പുറത്തെ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ടെത്താൻ ലേറ്റായി. അതുകൊണ്ട് സൺലൈറ്റൊക്കെ കുറഞ്ഞു, ഇരുട്ടാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഇനിയും ഈ ഒരു ഡയറക്ഷൻ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കയറി പോരാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ചെറിയ പൂളിലൂടെ ബോട്ടിംഗ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ അറ്റത്തൊരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം കുറവാണ്. നന്നായിട്ട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം കൂടുമ്പോൾ അവർ ബോട്ടിംഗ് സർവീസൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അയ്യോ, ചായ പോലും കിട്ടുന്നില്ല കേട്ടോ. കാരണം 6 o'clock 7 ഒക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം സലാലയിലെ എല്ലാ ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ്സും ക്ലോഷറിലോട്ടാകും. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു എത്രയും വേഗം നമുക്ക് വീട്ടിൽ ചെല്ലാം. ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ നമുക്ക് നേരത്തെ ഇറങ്ങണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം, നമ്മൾ ഈ ഒരു ട്രിപ്പിൽ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചത് നമ്മുടെ ഗുലാൻസ് തട്ടുകടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വേറൊന്നുമല്ല, എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹൈജീനിക് ആയിട്ടും പിന്നെ നമുക്ക് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാട്ടോ. ഇനി നാളെ നമ്മുടെ പാർട്ട് 3 വീഡിയോ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. താങ്ക്